ഹേ ഗായ്സ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് സൂപ്പർ ബോട്ടംസിൻ്റെ ഡൈപ്പർ ക്ലോത്ത് ആണ്. ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. അപ്പം അത് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫ്രണ്ടിൽ കാണുന്ന പാർട്ട് കണ്ടോ, ഇത് ഡ്രൈ ഫീൽ ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പകൽ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് കുട്ടികൾ മൂത്രം ഒഴിക്കുമല്ലോ. അപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ പിള്ളേർക്ക് ഇത് കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കുട്ടിക്ക് ഇത് എണീറ്റിരിക്കുവാണെങ്കിൽ 1 hour ഒക്കെ ഓടത്തുള്ളൂ. പിന്നെ ഉറങ്ങുവാണെങ്കിൽ 2-3 hours ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇത് എക്സ്ട്രാ അബ്സോർബൻറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇതെനിക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ, ജസ്റ്റ് ഓക്കെ. ഈ ഒരു ഷീറ്റ് മാത്രം മതി, അതിൻ്റെ വർക്ക് അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പിള്ളേർ പൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു തുണിയുണ്ട്. ശരിക്കും ഇത് എനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. കാരണം ഇത്രയും ചെറിയ കുട്ടികൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അവരെപ്പോഴാണ് പൂപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കറക്റ്റ് ഈ ഷീറ്റിൽ തന്നെ വീഴണമെന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇത് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. എപ്പോഴും തന്നെയാണ് അത് വീഴുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പൂപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഇങ്ങനത്തെ ഒരു ഷീറ്റും കൂടെ തരുന്നുണ്ട്. നമുക്ക് കളയാൻ പറ്റുന്ന ഷീറ്റാണ് ഇത്. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രണ്ടും എനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ നമുക്ക് ടൈം പ്രിഡിക്റ്റ് ചെയ്യാം, എപ്പോഴാണ് കുട്ടി പൂപ്പ് ചെയ്യുന്ന ടൈം എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് യൂസ്ഫുൾ ആണ്. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ്, ഇതിൻ്റെ ഡ്രോബാക്സ് ആണ് ഞാൻ പറയണത്. ഇതിൻ്റെ സൈഡ് നമുക്ക് ഇങ്ങനെ മടക്കുമ്പം കുറച്ച് ഈ വെറ്റ് ഭാഗം ഇവിടെ വെറ്റായിട്ടിരിക്കും, ഇവിടെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഈ വെറ്റ് ഭാഗം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്താലും പിള്ളേർക്ക് സൈഡിൽ കൂടെ ചെറുതായിട്ട് ഒരു നനവ് ഫീൽ ചെയ്യാം. പിന്നെ ചില സമയത്ത് ഇത് ലീക്കായി പുറത്തോട്ട് വന്നിട്ട് ഈ ഒരു സൈഡൊക്കെ നനയാറുണ്ട്. ഇതിൻ്റെ ഇവിടെയൊക്കെ നനഞ്ഞാൽ പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നനഞ്ഞില്ലേലും ഇത് നനഞ്ഞു പോയാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പാടാണ്. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഡ്രോബാക്സ് ഇതിനകത്തുണ്ട്. പക്ഷേ ഓവറോൾ ഈ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണ്. നമുക്ക് ഈ പകൽ സമയത്തൊക്കെ എപ്പോഴും തുണി ഉടുപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഡൈപ്പർ മോസ്റ്റ്ലി നമ്മൾ വീട്ടിലൊക്കെ ഡൈപ്പേഴ്സ് അങ്ങനെ പകൽ സമയത്ത് യൂസ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു സാധനം ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ മേടിച്ച് വെക്കേണ്ടി വരും. ഒരു 8 to 10 പീസ് മേടിച്ച് വെച്ചാലും നഷ്ടമൊന്നുമില്ല. ഇത് നമുക്ക് ഇവരെഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ 3 months തൊട്ട് 3 years വരെ യൂസ് ചെയ്യാമെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും അത് ബെനിഫിഷ്യൽ തന്നെയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഓവറോൾ യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അത് പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ അതങ്ങ് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് സൂപ്പർ ബോട്ടംസിൻ്റെ ആണ്. സൂപ്പർ ബോട്ടംസിൻ്റെ ഡൈപ്പേഴ്സ്, ക്ലോത്ത് ഡൈപ്പേഴ്സ്. ഏറ്റവും വലിയ കംഫർട്ട് എന്ന് വെച്ചാൽ നമുക്കിത് റീയൂസ് ചെയ്യാം. മറ്റേ ഡൈപ്പറിനെ പോലെ കളയുക, കത്തിക്കുക, അങ്ങനെ ഒരു പ്രശ്നവും. പിന്നെ നൈറ്റ് ടൈമിൽ ഞാനിതധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ചില സമയത്ത് പകലെങ്ങാനും ഡൈപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൈറ്റ് ടൈമിൽ ഇത് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ പകലെ ഇത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അല്ലാതെ നാപ്പീസ് ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ നാപ്പീസ്, അത് യൂസ് ചെയ്യും. അത് കൂടാതെ കുഞ്ഞു ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൈ.